അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ ഓതിയിട്ട് നബി തങ്ങൾ പറഞ്ഞു തരുന്നൊരു വിഷയമുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫസ്തഖീമൂ ഇലൈഹി വസ്തഗ്ഫിറൂഹു വവൈലുൽ ലിൽ മുശ്രികീൻ. അല്ലാഹുവിന്റെ റസൂലേ, അങ്ങും സത്യവിശ്വാസികളായ മുഴുവൻ ആളുകളും അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ പോകുന്നവരാണ്. അതുകൊണ്ട് ആ യാത്രക്ക് വേണ്ടി നേർവഴിയിലൂടെ നിങ്ങൾ കടന്നു വരണം. പിഴച്ച വഴികളിലേക്ക് പോവല്ലേ. നിങ്ങൾ ഇസ്തിഖാമത്ത് നിലനിർത്തണം എന്ന് പരിശുദ്ധ നബിയോട് അള്ളാഹുവിന്റെ ആജ്ഞ നമ്മളോട് പറയണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ താടിയിലും തലയിലുമായിട്ട് ഏകദേശം 20 മുടിയെ നരച്ചിരുന്നുള്ളൂ നബി തങ്ങളുടെ താടിയിലും തലയിലുമായിട്ട്. അന്ന് നര വരാൻ മിനിമം 80 വയസ്സെടുക്കുന്നു. അന്നത്തെ കാലം അങ്ങനെയാണ്. റസൂലുള്ളാഹി തങ്ങൾക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് എത്തിയ ഉടനെ തന്നെ നിബിധങ്ങളിൽ നര കണ്ടിട്ടുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹബീബിനെ കണ്ട് ചോദിച്ചുവല്ലോ, യാ റസൂലല്ലാഹ് മല്ലദീ ശയ്യബക അജില ഇലൈക ശൈബു യാ റസൂലല്ലാഹ്. നബിയെ, അങ്ങയിലേക്ക് നര പെട്ടെന്ന് വന്നുവല്ലോ. നൂഹ് നബിന്റെ കാലത്തൊന്നും നരന്നല്ല എന്നാണ്. 100 കണക്കിന് കൊല്ലം ജീവിച്ചിട്ടും നരച്ചിട്ടില്ല. സുബ്ഹാനല്ലാഹ്. അജില ഇലൈക ശൈബു യാ റസൂലല്ലാഹ്. നബിയെ, പെട്ടെന്ന് നരബാധിച്ചുവല്ലോ എന്ന് സിദ്ദീഖ് എന്നവർ ചോദിക്കുമ്പോ സിദ്ദീഖ് തങ്ങൾക്ക് നരബാധിച്ചിട്ടില്ല. റസൂലുള്ളാഹി തങ്ങൾക്ക് രണ്ടുപേരും 2 വയസ്സിന്റെ വ്യത്യാസമുള്ളൂ. അജില ഇലൈക്, പെട്ടെന്നായല്ലോ നബിയെ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ശയ്യബതിനി ഹൂദുൻ വൽ വാഖിഅ വൽ മുർസലാതു വഅമ്മ യതസാഅലൂന വത്തക്വീർ. ഇദശംസു കുവ്വിറത് ആ സൂറയും അമ്മ യതസാഅലൂന എന്ന സൂറത്തും വൽ മുർസലാത്ത് എന്ന സൂറത്തും ഇദാ വഖഅത്തിൽ വാഖിഅ സൂറത്തു ഹൂദ്, ഇതുപോലെയുള്ള സൂറകൾ, ആ സൂറകളുടെ ആശയം കൊണ്ടാണ് എൻ്റെ തല നരച്ചുപോയതെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചില റിവായത്തുകളിൽ ശയ്യബതിനി ഹൂദുൻ, സൂറത്തു ഹൂദാണ് എനിക്ക് നരവരാൻ കാരണം. സൂറത്തു ഹൂദ് 100-ലേറെ ആയത്തുകൾ വരുന്ന സൂറയല്ലേ. മഹാനായ ഇമാം അബൂ നസ്ർ അബ്ദുർറഹീമുൽ ഖുശൈരി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവകൾ പറയുന്നുണ്ട്, ഒരാൾ അല്ലാഹുവിന്റെ റസൂലിനെ സ്വപ്നത്തിൽ കണ്ടു. റഅ അഹദുസ് സ്വാലിഹീന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ അബ്ദുർറഹീമുൽ ഖുശൈരി റഹ്മത്തുള്ളാഹി അലൈഹി പറ, ഒരാൾ ഹബീബിനെ സ്വപ്നം കണ്ടു. മഹാന്മാര് പറയാ, അത് അവരെ കുറിച്ചാണ് ഈ പറയുന്നത് എന്നാണ്. ഞാൻ കണ്ടു എന്ന് പറയുമ്പോൾ ഒരു വലിയ സംഭവമായിട്ട് തോന്നൂലേ, ഒരാൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അവരെ മനസ്സിലാക്കിയ ശിഷ്യന്മാർ പറയാ, അതാ മഹാൻ, അവരെ കുറിച്ച് തന്നെയാണ് പറയണത്. സംഭവം അവരെന്നെയാ കണ്ടത് നബി തങ്ങളെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു സ്വപ്നത്തിൽ കണ്ടപ്പോ, യാ റസൂലല്ലാഹി മല്ലദീ ശയ്യബക മിൻ സൂറത്തി ഹൂദിൻ വഹിയ സൂറത്തുൻ തസീദു ആയാതുഹാ അലാ 100 ആയ. 100-ലേറെ ആയത്തുകളുള്ള സൂറത്ത് ഹൂദിൽ ഏതു ഭാഗമാണ് നബിയെ അങ്ങേക്ക് നരവരാൻ കാരണമായത് എന്ന് ചോദിച്ചപ്പോ ഫഖാല നബിയു, അല്ലാഹുവിന്റെ റസൂൽ മറുപടി കൊടുത്തത്രേ, ഫസ്തഖിം കമാ ഉമിർത വമൻ താബ മഅക വലാ തത്ഗൗ ഇന്നഹു ബിമാ തഅമലൂന ബസീർ. സൂറത്ത് ഹൂദിലെ 112-ാമത്തെ ആയത്ത്. ഈ ആയത്താണ് ഇങ്ങനൊരു മറുപടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇബ്നു അബ്ബാസ് എന്നൊരു കൊടുത്തിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് എന്ന് ചോദിച്ചു, നബിയെ, ഏതായത്ത് കൊണ്ട് അങ്ങേക്ക് നിര വന്നത്? ഫസ്തഖിം കമാ ഉമിർത. എന്താ അതിന്റെ ആശയം? നമുക്ക് ആലോചിച്ചാൽ ഇപ്പൊ അങ്ങനെ ഒരു പേടിയൊക്കെ വന്നു വന്നേക്കാം. നരബാധിക്കുമാർ നമ്മൾ പേടിക്കുന്നുണ്ടോ? നിമിഷ നേരം കൊണ്ട് മനുഷ്യന്റെ ശരീരത്തിൽ മാറ്റം വരുന്നൊരവസ്ഥയല്ലേ അത്. ഫസ്തഖിം കമാ ഉമിർത, നബിയെ, നിങ്ങളും വമൻ താബ മഅക, അങ്ങയുടെ കൂടെയുള്ള സത്യവിശ്വാസികളും ഞാൻ പറഞ്ഞതുപോലെ നേരായ വഴിയിൽ നിൽക്കണം കേട്ടോ. ആ വാക്കുകൊണ്ടാണ് എനിക്ക് പേടി വന്നത്. ഞാൻ പറഞ്ഞ പോലെ കമാ ഉമിർത്
ഫസ്തഖിം, ഒരു അണു അളവ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ നേർവഴിക്ക് തന്നെ വേണം നബിയെ, നേർവഴിക്ക് തന്നെ. ഹബീബായ നബി തങ്ങൾ അല്ലാഹുവിന്റെ മഅസൂമായ നബിയാണ്. ഹബീബിൽ നിന്ന് തെറ്റുകൾ സംഭവിക്കുകയില്ല. അള്ളാഹുവിന്റെ ഉത്ബോധനം നമ്മളോടാണ് മുഅ്മിനെ. ഹബീബിന്റെ സ്വഹാബിമാരോട്, ലോകത്ത് വരുന്ന സർവ്വ മനുഷ്യരോടും അല്ലാഹുവിന്റെ റസൂലിന് ഇസ്തിഖാമത്ത് അല്ലാഹു കൊടുത്തിട്ടുണ്ടല്ലോ. ഫസ്തഖിം കമാ ഉമിർത, ഞാൻ പറയുന്ന പോലെ അങ്ങയോട് എങ്ങനെയാണോ കൽപ്പിക്കപ്പെട്ടത് അതുപോലെ നേർവഴിയിൽ നിൽക്കണമേ എന്ന അല്ലാഹുവിന്റെ ആജ്ഞയാണ് എനിക്ക് തലനര ബാധിക്കാൻ കാരണമായതെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എപ്പോഴും നേർവഴിയിൽ പോവാൻ അത് അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. എപ്പോഴെങ്കിലൊക്കെ ഉണ്ട്, പിന്നല്ല, അങ്ങനെയല്ല. എപ്പോഴും ഒരു മുഅ്മിനായ മനുഷ്യന്റെ കറാമത്ത് അതാണ്, നേർവഴിയിൽ ജീവിക്കുക. അത് സാധാരണക്കാരൻ്റെയും ആലിമിൻ്റെയും കറാമത്ത് അതാണ്. നമ്മൾ കാണാറില്ലേ, ചില മയ്യത്തുകളും കേടുവരാണ്ട് കണ്ടു എന്നൊക്കെ പറഞ്ഞൊക്കെ ലോകത്തുള്ള സംഭവങ്ങളാണ്. സാധാരണക്കാരായിരിക്കും ഇപ്പം മരിച്ചിട്ടുണ്ടാവുക, വലിയ ആലിമൊന്നും ആയിക്കൊള്ളുന്നില്ല. എന്തേ? അവർക്ക് അള്ളാന്റെ ഔലിയാക്കന്മാർ. അവർ കറാമത്ത് കാണിച്ചോ? അവരുടെ ജീവിതം കറാമത്തായിരുന്നു. അതാണ് നേർവഴിയിൽ ജീവിക്കുക, ധന്യ കറാമത്ത്. ബാക്കി അത്ഭുതങ്ങൾ സംഭവിച്ചാൽ മഹാന്മാർ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. നിങ്ങൾ അള്ളാഹുവിനോട് കറാമത്ത് തരണേ എന്നല്ല ചോദിക്കേണ്ടത്, അത് തസ്കിയത്തുൻ നഫ്സാണ്. നിങ്ങൾ അള്ളാഹുവിനോട് ഇസ്തിഖാമത്തിനെ ചോദിക്കണം. പടച്ചവനെ, നേർവഴിയിലായി സജ്ജനങ്ങൾ ജീവിക്കുന്ന പോലെ ജീവിക്കാൻ എനിക്ക് തൗഫീഖ് നൽകണമേ, അതാണ് ചോദിക്കേണ്ടത്. അള്ളാഹിനോട് കറാമത്ത് തരണേ റബ്ബേ എന്നല്ല ചോദിക്കേണ്ടത്. കാരണം കറാമത്ത് തസ്കിയത്തുൻ നഫ്സ്, അവിടെ ഞാൻ ഇത്തിരി തരക്കേടില്ലല്ലോ എന്നുള്ള ചിന്ത വന്നു പോകുന്നതാണ്. സ്വാഭാവിക മനുഷ്യന്മാരല്ലേ, നമ്മളാണ് ചെയ്തപ്പോൾ ശരിയായല്ലോ, ഞാൻ തോരുന്നപ്പോഴാണല്ലോ ശരിയായി പോയത്, ഞാൻ അന്ന് റൂട്ട് കണ്ടപ്പോൾ ഒന്ന് മന്ത്രിച്ചൂതി കൊടുത്താണല്ലോ, അപ്പോഴല്ലേ മുപ്പരക്കാൻ ഷിഫായത്. ഇതൊന്നും അങ്ങനെയൊന്നുമില്ല. അള്ളാഹു അങ്ങനെ ചെയ്തു കൊടുത്തേക്കാം, പക്ഷെ നിങ്ങൾ അതിൻ്റെ പിന്നാലെ നടക്കരുത്. നിങ്ങളുടെ കറാമത്താ, നിങ്ങളും പറയാൻ നിൽക്കണ്ട, അതെന്ത് ചെയ്യണ്ട, ആരോടും പ്രചരിപ്പിക്കാനും നിൽക്കണ്ട. അള്ളാഹിനോട് ഇസ്തിഖാമത്തിനെ ചോദിക്കാൻ, കറാമത്ത് അതിൻ്റെ വഴിക്ക് വന്നോളൂ. ഇസ്തിഖാമത്താണ് ഏറ്റവും വലിയ കറാമത്ത്. നിങ്ങൾ അതാണ് ചെയ്യേണ്ടത്. കറാമത്ത് എന്ന് പറയുന്നത് അഹംഭാവം വരും, ഞാൻ തിരക്കേടില്ലല്ലോ എന്നുള്ള ചിന്ത വന്നു പോകും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. മഹാനായ ഇബ്നുൽ ജൗസി ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. സൂറത്തുർ റഹ്മാൻ പഠിപ്പിക്കുമ്പോൾ കുല്ല യൗമിൻ ഹുവ ഫീ ശഅൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. കുല്ല യൗമിൻ ഹുവ ഫീ ശഅൻ, അല്ലാഹു എല്ലാ ദിവസവും അല്ല എല്ലാ സമയത്തും, ഫീ കുല്ലി ആനിൻ, യൗമ എന്ന് പറഞ്ഞ ദിവസം എന്നാ, പക്ഷെ അവിടെ ദിവസം എന്നല്ല അവിടെ കൊടുക്കേണ്ടത്. ഫീ കുല്ലി ലഹ്ളത്തിൻ വ ആനിൻ വഹീനിൻ, എല്ലാ സമയത്തും അല്ലാഹു തആല വളരെ ഗൗരവമായ ഒരു വിഷയം, അല്ലാഹു ഏത് സെക്കൻഡിലും അല്ലാഹു തആല വളരെ കനപ്പെട്ട ഒരു വിഷയം അല്ലാഹു ചെയ്തുകൊണ്ടിരിക്കുന്നവനാണ്. അല്ലാഹുവിന് മഹത്തായ ചില കാര്യങ്ങൾ ഓരോ നേരത്തുമുണ്ട്, നടക്കുന്നുണ്ട്. ഇബ്നുൽ ജൗസി ഞങ്ങൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ സദസ്സെന്ന് ഒരാൾ, ഒരു പ്രായമുള്ളൊരു പാവം മനുഷ്യൻ, ഉസ്താദേ ഒരു ചോദ്യം. എന്താ ചോദ്യം? കുല്ല യൗമിൻ ഹുവ ഫീ ശഅൻ, ഏത് നേരവും ഏത് ദിവസത്തിലും അല്ലാഹുവിന് മഹത്തായ ചില കാര്യങ്ങൾ ചെയ്യാനുണ്ടല്ലോ. ഫമാ ശഅനുല്ലാഹിൽ യൗം, ഇന്നിപ്പോൾ എന്തായിരിക്കും അള്ളാഹു ചെയ്യുന്ന ആ വിഷയം എന്ന് പറഞ്ഞെന്നാണ് എന്ന് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റുക? ഇപ്പം എന്താ ഇപ്പം അള്ളാഹു ഈ നേരത്ത് ഇന്ന് നടക്കുന്ന ഏതെങ്കിലും ഒരു ഗൗരവമുള്ള വിഷയം ഉണ്ടോ എന്ന് പറഞ്ഞുതരാൻ? വലിയ മഹാനാണ്. മില്യൺ കണക്കിന്, ആയിരം പറഞ്ഞൂടെ, മില്യൺ കണക്കിന് പേജുകൾ വായിക്കുകയും എഴുതുകയും ചെയ്ത മഹാനാണ് ഇബ്നുൽ ജൗസി തങ്ങൾ. നാളെ പറഞ്ഞുതരാന്ന് പറഞ്ഞു. എന്തെങ്കിലുമൊക്കെ മറുപടി ഉണ്ടാവുമല്ലോ, നാളെ പറഞ്ഞുതരാന്ന് പറഞ്ഞു. നാളെയായി. മുപ്പര് ആ ചോദ്യം തന്നെ ചോദിച്ചു. സൂറത്ത് തഫ്സീർ പോയിക്കൊണ്ടിരിക്കുക, എനിക്ക് നാളെ പറഞ്ഞുതരാറ്. 2 ദിവസമായി, 3 ആയി, 4ാമത്തെ ദിവസമായി. അപ്പോൾ ഒരു ബേജാറാണല്ലോ. ഒരു
ഒരു ആലിമിനെ സംബന്ധിച്ചിടത്തോളം അറിവില്ല എന്ന് പറയാൻ പ്രയാസം വരും, പക്ഷെ പ്രയാസം വരാൻ പാടില്ല എന്നാണ്. അതറിയാത്തത് അറിയില്ല എന്ന് തന്നെ പറയാലോ. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി ഇമാമു ദാരിൽ ഹിജ്റ, മദീന കണ്ട ലോകപ്രശസ്തനായി ലോകം കണ്ട പ്രഗത്ഭനായ ഇമാം, 50 മസ്അലകൾ ചോദിച്ചിട്ട് 40നും മറുപടി ലാ അദ്രി, എനിക്കറിയില്ല ചോദിച്ചു. അല്ല ഇമാം അവറുകളെ, നിങ്ങൾ ഈ ലോകപ്രശസ്തനായ ആലിമായിട്ട് 50 ചോദ്യത്തിൽ 40നും എനിക്കറിയില്ല എന്ന് മറുപടി പറഞ്ഞാൽ പിന്നെ ആരതിനൊക്കെ മറുപടി പറയാൻ? അതിനെ ആരെങ്കിലും നോക്കോ, അല്ലാതെ നരകത്ത് കൊണ്ടുപോകാൻ ഞാൻ റെഡിയല്ല, എനിക്ക് പോകാൻ ധൈര്യമല്ല എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. മാലിക് ഇമാം ഇബ്നുൽ ജൗസി വിഷമിച്ചു പോയി. 10,000-കണക്കിന് ജൂതന്മാർ മുസ്ലിമായിട്ടുണ്ട് ഇബ്നുൽ ജൗസിയുടെ വാല് കേട്ടിട്ട്. അബ്ദുറഹ്മാൻ ഇബ്നുൽ ജൗസി. അങ്ങനെ 4-ാമത്തെ ദിവസം അല്ലാഹുവിന്റെ റസൂലിനെ സ്വപ്നം കണ്ടു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആലിമീങ്ങൾക്ക് ആത്മീകമായ ബന്ധങ്ങളുണ്ട് എന്നതിൻ്റെ ഒരു അടയാളം ഇത് തന്നെയാണ്. റസൂലുള്ളാഹി തങ്ങളും ആത്മീകമായ ബന്ധം, നമ്മൾ മശായിഖന്മാരുമായി, നമ്മുടെ ഗുരുനാഥന്മാരുമായി മരണശേഷവും ജീവിച്ചിരിക്കുമ്പോഴും ഒരു തരത്തിലുള്ള ആത്മീക ബന്ധം സ്ഥാപിക്കാൻ കഴിയുന്ന ചില ആളുകൾക്ക് അല്ലാഹു അതിന് തൗഫീഖ് കൊടുക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര ആളുകൾക്ക് തർബിയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന, മദീനത്തൊക്കെ പോയ ആളുകളുടെ അനുഭവം പറയുമ്പോൾ, ഞാൻ റസൂലുള്ളാഹിനെ ഇവിടെ റൗദയിൽ വെച്ച് ഇങ്ങനെ സ്വപ്നം കണ്ടു. അന്നേ ദിവസം തന്നെ 10,000-കണക്കിന് ആളുകൾ ഹബീബിനെ സ്വപ്നം കണ്ടിട്ടുണ്ടാവും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവരോടൊക്കെ ഹബീബായ നബി ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവും. നമുക്കറിയാൻ പറ്റൂല. നിസ്കാരത്തിന്റെ കഥ പോലെ ഒരു ജമാഅത്ത് നിസ്കരിച്ചാലേ ഒരു സൊഫിൽ 40 ആൾ നിൽക്കുന്നുണ്ടെങ്കിൽ ഇപ്പുറത്തുള്ളവൻ്റെ നിസ്കാരം അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ടാവും. നിസ്കരിക്കണ എൻ്റെതല്ല സ്വീകരിച്ചിട്ടുണ്ടാവില്ല. ഇപ്പുറത്തുള്ളവൻ്റെ മുഖത്തേക്ക് എറിഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. ഇപ്പുറത്തുള്ളവൻ്റെ ഓക്കെ അങ്ങോട്ട് പോരെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പുറത്തുള്ളവൻ ഇഷ്ടം പോലെ കൂലി കൊടുത്തിട്ടുണ്ടാവും. ഒരൊറ്റ നിസ്കാരം ഒരു ജമാഅത്ത് സ്വീകരിച്ചതും സ്വീകരിക്കപ്പെടാത്തതും ഒക്കെ ആ കൂട്ടത്തിലുണ്ടാവില്ലേ? നമുക്കറിയില്ലല്ലോ ആരത് സ്വീകരിച്ചു ആരത് സ്വീകരിക്കപ്പെട്ടില്ല. നമ്മളൊക്കെ അല്ലാഹ് സലാം വിട്ടി കഴിഞ്ഞല്ലോ, അൽഹംദുലില്ലാ നിസ്കരിച്ചു, ഇത്രേ നമ്മൾ പറയുള്ളൂ. അല്ലാഹ് സ്വീകരിച്ചോ നമുക്കറിയില്ല. നമ്മുടെ തൊട്ടിപ്പുറത്ത് നടക്കണം നമ്മൾ അറിയുന്നില്ലല്ലോ. ഹബീബായ നബി തങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മത്തിന് അതാണ് വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. ഹിക്മത്തും അല്ലാഹുവിൻ്റെ കിതാബും ഹബീബായ നബി തങ്ങൾ പഠിപ്പിക്കാമെന്നവരാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹയാത്തിലും ഹബീബിൻ്റെ വഫാത്തിന് ശേഷവും ഒരുപാട് സംഭവങ്ങൾ അതിന് തെളിവാണ്. ഇബ്നുൽ ജൗസി തങ്ങൾക്ക് സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു, പിന്നെ ഒരു ചോദ്യം വന്നിട്ട് നിങ്ങൾ വല്ലാത്ത വിഷമത്തിലാണല്ലേ? അതേ നബിയെ, ഉത്തരം കൊടുക്കാൻ പറ്റണില്ല. അതിന് ഉത്തരം ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം.